റിയൽമിയുടെ റിയൽമി C75 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി C75 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്, പക്ഷേ LCD പാനലേ കൊടുത്തിട്ടുള്ളൂ. AMOLED ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത ബേസിക്കായിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് IP69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊതുവെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിലൊക്കെയാണ് ഈ ഒരു ഫീച്ചർ കാണാറ്, പക്ഷേ ഈ ഒരു ഫോണിൽ ആ ഒരു ഫീച്ചർ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം വളരെ മേജർ IP റേറ്റിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. പിന്നെ MIL STD 810H സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇത് ബിൽഡ് ക്വാളിറ്റിക്ക് പൊതുവെ ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പം അതും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ലൈറ്റ്നിങ് ഗോൾഡ് അതുപോലെ തന്നെ ബ്ലാക്ക് സ്റ്റോം നൈറ്റ് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Helio G92 Max എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള പ്രോസസ്സറാണ്. MediaTekന്റെ Helio G91 എന്നുള്ള പ്രോസസ്സറിൻ്റെ ഒരു അപ്ഗ്രേഡ് വെർഷനാണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഇപ്പം 10,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ട് ഇതിൽ വരുള്ളൂ, അത് ശ്രദ്ധിക്കണം. പിന്നെ സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഈ ഫോണിൽ വരിക. Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 50 MP മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ബാക്കി സെൻസേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ വലിയ യൂസ് ഒന്നും ഇല്ലാത്ത 2 MP സെൻസർ തന്നെയായിരിക്കും മിക്കവാറും അത്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ മെച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടും വരുന്നുണ്ട്. മേജർ ചാർജിങ് സ്പീഡും കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിയറ്റ്നാമിലാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ അവർ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല. അതായത് വിലയും കാര്യങ്ങളൊന്നും അവർ അനൗൺസ് ചെയ്തിട്ടില്ല. ഫീച്ചേഴ്സ് മാത്രമാണ് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത്. ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പം ഈ ഒരു ഫോണിൻ്റെ വില ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് 10,000 രൂപയ്ക്ക് താഴെ തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു 9,000-10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഒരു 9,000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ തിരക്കേടില്ല എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണായിരിക്കും ഇത്. ഇന്ത്യൻ ലോഞ്ച് എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം, പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇന്ത്യയിൽ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും റിയൽമിയുടെ റിയൽമി C75 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.